കൂട്ടുകാരെ, നിങ്ങൾ ചെമ്പരത്തി ചായ കുടിച്ചിട്ടുണ്ടോ? വളരെയധികം ഔഷധ ഗുണമുള്ള ചെമ്പരത്തി ചായയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് ശരീരത്തിലെ കൊഴുപ്പൊക്കെ അകറ്റാൻ നല്ലതാണത്രേ. ചെമ്പരത്തിപ്പൂവിൻ്റെ സത്ത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കി കുടിക്കുന്നത് ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് പറയുന്നത് കേട്ടോ. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ശരീരത്തിൻ്റെ ചൂട് കുറയ്ക്കാനും ഒക്കെ ഇത് വളരെ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. ചായ തയ്യാറാക്കാനായിട്ട് നമുക്ക് ചെമ്പരത്തിപ്പൂ ആദ്യമായിട്ട് പറിച്ചെടുക്കാം. ഈ വേലിയിലൊക്കെ കാണുന്നില്ലേ 5 ഇതിലുള്ള റെഡ് കളർ ചെമ്പരത്തി, ഇത് തന്നെ വേണം കേട്ടോ. നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണുന്ന ഈ പൂവിൻ്റെ നീര് പ്രമേഹവും കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനൊക്കെ വളരെയധികം ഗുണം ചെയ്യുന്നതാണ് പറയപ്പെടുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ പൂക്കളൊന്ന് കളക്ട് ചെയ്തെടുക്കാം. 5 ഇതിലുള്ള നല്ല വിരിഞ്ഞ പൂക്കൾ തന്നെയാണ് ഞാൻ കളക്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. കുറേ ഉണ്ടായിരുന്നു 2 ദിവസം മുമ്പൊക്കെ. ഇന്നിപ്പോൾ ചായ വയ്ക്കാൻ വേണ്ടി നോക്കിയപ്പോൾ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഉള്ളൂ. എന്നാലും ഞാൻ കാണുന്നതൊക്കെ പറിച്ചെടുത്തു കേട്ടോ. രസമല്ലേ? കണ്ടില്ലേ? ഇനി നമുക്ക് ഈ പൂ മുഴുവനായിട്ടൊന്നും വേണ്ട കേട്ടോ. അതിൻ്റെ ഇതളുകൾ മാത്രം വേർപെടുത്തിയെടുക്കണം. ഇതേപോലെ അതിൻ്റെ ഉൾഭാഗത്തുള്ളതൊന്നും ഞെട്ടോ അതൊന്നും വേണ്ട, ഇതളുകൾ മാത്രം എടുത്താൽ മതി. പിന്നെ കൂടുതലൊന്നും വേണ്ട കേട്ടോ. 3 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനൊരു 9 പൂവ് എടുത്തു. ഒരു ഗ്ലാസ് വെള്ളത്തിന് 2 പൂവായാലും മതി എന്നാണ് പറയുന്നത്. നോക്കൂ, ഇതേപോലെ വേർപെടുത്തിയെടുക്കണം. കൂട്ടുകാരെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണം കേട്ടോ. പൂവിൻ്റെ ഇതളുകളെല്ലാം വേർപെടുത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. എന്താണെന്ന് വെച്ചാൽ മരത്തിലൊക്കെ നിൽക്കുന്നതല്ലേ, നിറയെ അഴുക്കുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ ചായ വെച്ച് കുടിച്ചാൽ വേറെ എന്തെങ്കിലും ദോഷം വരും. അപ്പോൾ പതുക്കെ കുറച്ചധികം വെള്ളത്തിലിട്ടിട്ട് കഴുകിയെടുക്കാം. പിന്നെ ഇതിൽ പൂക്കളിലൊക്കെ പുഴുക്കളോ കീടങ്ങളൊക്കെ ഉണ്ട് വെച്ചാൽ അതൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. ഈ പൂവിൻ്റെ ഇതെല്ലൊക്കെ അതൊക്കെ കളഞ്ഞിട്ട് കൂടുതൽ വെള്ളത്തിൽ ഇട്ടിട്ട് പതുക്കെ ഒന്ന് ഇളക്കിയാൽ മതി. കൈയൊക്കെ വെച്ച് തിരുമ്പി കഴുകിയിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോവും. വളരെ സോഫ്റ്റ് അല്ലേ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ അതിൻ്റെ ജ്യൂസൊക്കെ ആ വെള്ളത്തിൽ തന്നെ പോവും. അങ്ങനെ ചെയ്യരുത് കേട്ടോ. കുറച്ച് ക്ഷമയിൽ വേണം. അതിൽ അഴുക്കുകളൊക്കെ കളഞ്ഞിട്ട് നമുക്കെടുക്കാം. ഞെട്ടൊന്നും വേണ്ട, ഞെട്ട് മാത്രം വേർപെടുത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ, അതൊന്നും വേണ്ട കേട്ടോ. ഇതളുകൾ മാത്രം മതി. കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി 3 ഗ്ലാസ് വെള്ളം ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചു കേട്ടോ. ഒക്കെ കൂടുതൽ വെക്കേണ്ടവർക്ക് അത്രയും വെക്കാം. ഇനി ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ചതച്ചിട്ടതാണ്. നമ്മൾ കട്ടൻ ചായയൊക്കെ വയ്ക്കുമ്പോൾ ചായയൊക്കെ വയ്ക്കുമ്പോഴൊക്കെ ഇഞ്ചിയൊക്കെ ചേർക്കാറില്ലേ, അതേപോലെ കേട്ടോ. ഒരു ചെറുത് മതി. അതൊക്കെ ഓപ്ഷണലാണ്. ആ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇട്ടാലും മതി. ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പൂവിതളകളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. രക്തത്തിലെ പഞ്ചസാരയുടെ അളവൊക്കെ നിയന്ത്രിക്കാനൊക്കെ സഹായിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഒരു പരിധി വരെയൊക്കെ നമുക്ക് പ്രകൃതി വിഭവങ്ങളൊക്കെ ഉപയോഗിച്ച് ആരോഗ്യം നിലനിർത്താലോ. സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്തതല്ലേ, ഇംഗ്ലീഷ് മരുന്ന് പോലെയൊന്നും അല്ലല്ലോ അല്ലേ. അത്യാവശ്യം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇത്രയും മതി. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. കളറൊക്കെ മാറി വന്നത് കണ്ടുവോ? കൂട്ടുകാരെ, വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ കണ്ടിട്ട് അഭിപ്രായം കൂടി പറയണം കേട്ടോ. നന്നായിട്ട് തിളച്ച് വന്നു. അതിൻ്റെ കളറൊക്കെ മാറി വരുന്നത് കണ്ടില്ലേ. വിറ്റാമിൻ സിയുടെ കലവറയാണെന്ന് പറയുന്നുണ്ട് ചെമ്പരത്തിപ്പൂവിൽ. പക്ഷേ നമ്മളിത് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൽ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ അതിനെപ്പറ്റി. ഇനി സ്റ്റൗ ഓഫ് ചെയ്തു. നമ്മൾ ചെമ്പരത്തി ചായ എന്ന് പറയുന്നെങ്കിലും ഇതിലേക്ക് ചായപ്പൊടി ചേർക്കണില്ല കേട്ടോ. ഇതിന് ചെമ്പരത്തി ചായ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്, ചായപ്പൊടി ചേർക്കാത്ത. ഇത് ഓഫ് ചെയ്തു. ഇനി നമുക്കതിലെ പൂവിതളം ഇഞ്ചിയുടെ ഒരു പീസൊക്കെ ഇട്ടില്ലേ, അതൊക്കെ ഒന്നായിരിക്കാം. കപ്പിലേക്ക് ഇത് അരിച്ചൊഴിക്കുന്നുണ്ട്. കളർ കാണുന്നില്ലേ, സ്റ്റീൽ കപ്പിലായതുകൊണ്ട് നന്നായിട്ട് അറിയില്ല അല്ലേ. ഒന്ന് തണിഞ്ഞിട്ട് നമുക്ക് കുടിക്കാനുള്ള കുപ്പി ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ കളറ് നന്നായിട്ട് മനസ്സിലാവും. ഞാൻ ഒന്നിലൊഴിക്കുമ്പോൾ ക്യാമറ ഓഫായിപ്പോയി, കണ്ടില്ല. നോക്കൂ, കണ്ടില്ലേ. ഇനി നമുക്കിതിലേക്ക് ചെറുനാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വേണമെങ്കിലും കുടിക്കാം കേട്ടോ. ചെറുനാരങ്ങയുടെ ജ്യൂസ് ഒഴിക്കുമ്പോൾ ഒരു കളർ ചേഞ്ചൊക്കെ വരും. രാസപ്രവർത്തനം നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടില്ലേ സയൻസിൽ, അതൊക്കെ ഇപ്പോൾ നമുക്ക് കാണാം കേട്ടോ. നോക്കൂ, ചെറുനാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ച ഗ്ലാസ്സിലെ ചായയുടെ കളറ് കണ്ടോ, നല്ല രസമുണ്ട് അല്ലേ കാണാൻ. ഇത് നമുക്ക് ഇങ്ങനെ കുടിക്കാം കേട്ടോ. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടമായത്. ചെറുനാരങ്ങയുടെയും ഇഞ്ചിയുടെയും ഫ്ലേവറൊക്കെ വന്നില്ലേ ചെമ്പരത്തി ചായയിൽ. അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് തോന്നി. ഒരു പ്രത്യേക സുഖം കുടിക്കുമ്പോൾ.
നല്ല ഗുണമുണ്ടെന്നല്ലേ പറയണത്. ഇതാ ഒരു ഗ്ലാസ്സിലെ പകുതി കുടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി മറ്റേ ഗ്ലാസ്സിലേക്ക് ഞാൻ അല്പം തേനൊഴിച്ചു. അങ്ങനെ കുടിക്കാറുണ്ട് ചിലരെന്നൊക്കെ പറഞ്ഞിട്ടേ. ഒരു സ്പൂൺ തേനൊഴിച്ച് കലക്കിയെടുത്തിട്ട് കുടിച്ചപ്പോൾ ഇഷ്ടമായില്ല കേട്ടോ. ചെറുനാരങ്ങയുടെ പുളിപ്പും എല്ലാം കൂടി വന്നപ്പം തേനിൻ്റെ മധുരം വന്നപ്പോൾ അതത്ര ഇഷ്ടപ്പെട്ടില്ല. ഇതാ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്പരത്തിപ്പൂ, ഹെൽത്തി ചെമ്പരത്തിപ്പൂ ചായയാണ്. എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണേ. ഇത് പ്രമേഹ രോഗികളല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് കുടിക്കാവുന്നവർക്ക് അങ്ങനെയും കുടിക്കാമെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇതേപോലെയൊക്കെ കുടിച്ചാലാണ് യഥാർത്ഥ ഗുണം കിട്ടുക. എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണേ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം കേട്ടോ.